കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എത്തി. വെസ്റ്റ് ഹിൽ പരേഡ് ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിനിറങ്ങാൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടായി. UDF നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് അധികൃതർ അനുമതി നൽകിയത്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി അടക്കം 6 ഇടത്താണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. കർഷകരെ സഹായിക്കാത്ത പ്രധാനമന്ത്രി കോടീശ്വരന്മാരുടെ ലോണാണ് എഴുതി തള്ളുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. Why can one of our brothers who is driving the auto rickshaw not be a leader? Why can one of our police people not be a leader? What does it mean? One leader. Why one leader? There should be millions of leaders in India. And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture. And they want to impose something from the top. We did not get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people. വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, കോഴിക്കോട്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടി ആരംഭിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. മലബാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വിവിധ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വയനാട് ജില്ലയിലെ വിവിധ റോഡ് ഷോകളിലും ജനസമ്പർക്ക പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കോഴിക്കോട് വൈകിട്ട് 6 മണിക്ക് വിക്രം മൈതാനിയിലെ ഹെലിപാഡിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങി. തുടർന്ന് 1 മണിക്കൂർ നേരത്തെ വിശ്രമത്തിന് ശേഷം ഏതാണ്ട് 7 മണിക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് കടപ്പുറത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ വിവിധ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി കടപ്പുറത്തെ ഈ പരിപാടിയിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് UDFന്റെ പ്രചാരണ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും വടകര, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതിയിൽ ഊന്നിയുള്ള പ്രചാരണമാണ് LDFന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതിയാണ് എല്ലാ പാർട്ടികളും ലക്ഷ്യം വെക്കുന്നതും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം അത് CPM-നും BJP-ക്കും അതിനുള്ള മറുപടി ഇവിടെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് ബീച്ചിൽ ഏതൊരു പരിപാടി സംഘടിപ്പിച്ചാലും കൊടിതോരണങ്ങൾ പാറിപ്പറക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇവിടെ യാതൊരു UDF-വുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങൾ ഒന്നും തന്നെ ഇവിടെയും ഇല്ല. വയനാടിന് സമാനമാണ് കോഴിക്കോട്ടും കാര്യങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും വ്യക്തമാവുന്നത്. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾക്കപ്പുറത്തേക്ക് ഒരു കൊടിതോരണങ്ങളും ബീച്ചിലും ഇല്ല. അതോടൊപ്പം കൂടുതൽ ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിട്ടുള്ളത്. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ ആളുകൾ, വയനാട് മലപ്പുറം, കോഴിക്കോട്, വടകര 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, മുതിർന്ന UDF നേതാക്കളായ MM ഹസൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിക്കും. അതിനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകളെല്ലാം തന്നെ. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് കോഴിക്കോട് തുടക്കമാവുകയാണ്.